ചില ടെസ്റ്റ് നടന്നവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോ സാബത്ത് ദിനത്തിൽ രോഗശാന്തി നൽകുന്നതാണ്. ഇവിടെ പറയുകയാണ്, ഈശോ രാവിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് സാബത്ത് ദിവസമായിരുന്നു. അപ്പൊ സാബത്തിൽ രോഗശാന്തി നൽകുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഫരിസയരും നിയമത്തിനും ഈശോ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഫരിസയരും നിയമത്തിനും പള്ളിയിലേക്കാണ് വന്നിരിക്കുന്നത്, സിനഗോഗിലേക്കാണ് വന്നിരിക്കുന്നത്. സിനഗോഗിലേക്ക് പ്രാർത്ഥിക്കാനായിട്ടാണ് വരുന്നത്. പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ പോലും അവരുടെ ചിന്താഗതി എന്താണ്? മറ്റുള്ള ഒരാളുടെ അല്ലെങ്കിൽ ഈശോയുടെ ഒരു കുറവ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഈശോയിൽ കുറ്റം ആരോപിക്കണം എന്നുള്ളൊരു മനസ്സോട് കൂടിയിട്ടാണ് ഇവർ പ്രാർത്ഥിക്കാൻ എന്ന വ്യാജേന ഈ പറയുന്ന സിനഗോഗിലേക്ക് വരുന്നത്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചപ്പോൾ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. അതായത് ഒരു പക്ഷേ ഞാനും ഇതുപോലെയുള്ളവരാണ്. ഏത് വിധേനയും മറ്റുള്ള ഒരാളുടെ കുറ്റം കണ്ടുപിടിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവര് പ്രാർത്ഥിക്കാനാന്ന് പറഞ്ഞിട്ട് സിനഗോഗിലേക്ക് വരുമ്പോൾ പോലും ഇവരുടെ മനസ്സിലുള്ള ചിന്ത ഈശോ ഇന്ന് നിയമം ലംഘിക്കുന്നുണ്ടോ, ഈശോയിൽ നിന്ന് കുറ്റം ആരോപിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് ഏത് വിധേനയും, അത് ഏത് സ്ഥലമായിക്കോട്ടെ, ഏത് സാഹചര്യമായിക്കോട്ടെ, മറ്റുള്ള ഒരാളുടെ കുറ്റം കണ്ടുപിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കും. ഒരു പക്ഷേ പ്രാർത്ഥനയ്ക്കായിട്ട് പള്ളിയിലേക്ക് വരുമ്പോൾ പോലും മറ്റുള്ള ഒരാളുടെ കുറ്റം കണ്ടുപിടിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു ദിവസത്തിലെ ഭൂരിഭാഗം സമയം മറ്റുള്ളവരുടെ, ഒരുപക്ഷെ എൻ്റെ കുടുംബത്തിലുള്ളവരുടെ ആയിരിക്കാം, ജോലി സ്ഥലത്ത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെ ആയിരിക്കാം, എൻ്റെ കൂടെ പഠിക്കുന്നവരുടെ ആയിരിക്കാം. പരമാവധി മറ്റുള്ളവരുടെ നെഗറ്റീവ് വശങ്ങൾ കണ്ടുപിടിക്കാനായിട്ടാണോ ഞാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആവശ്യമായ മാറ്റങ്ങൾ എത്തിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്